Good morning, my dear students. Today's class we deals with the Rasa theory. So, Dasguptയുടെ രസ തിയറി എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നമുക്ക് ഈ ഒരു വട്ടം പഠിക്കേണ്ടത്. തിയറി ഓഫ് രസയും തിയറി ഓഫ് ധ്വനിയും ഉണ്ട്. അന്നേരം തിയറി ഓഫ് രസ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The theory of rasa, foundational in Indian aesthetics, originates from Bharata Muni's Natya Shastra, a treatise on dramatic art. In Sanskrit, rasa encompasses meanings such as taste, flavor, sentiment, and a nectar. സോ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു വന്നെയാണ് തിയറി ഓഫ് രസ എന്ന് പറയുന്നത്. ഒറിജിനലി രസ എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് എൻകംപാസസ് മീനിങ് സച്ച് ആസ് ഫ്ലേവർ, ടേസ്റ്റ്, നെക്ടർ, സെന്റിമെന്റ് ഇതൊക്കെയാണ്. This term finds its root in early Vedic literature, notably the Rig Veda. In the realm of poetics, rasa encapsulates the writer's emotional engagement in crafting art, audience enjoyment, and emotions depicted within the work. വേർലി വേദിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഋഗ്വേദയിൽ ഇതിന്റെ ഒരു ട്രേസ് ബാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പോയറ്റിക്സിലായിക്കോട്ടെ, ഡ്രാമാറ്റിക് വർക്കിലായിക്കോട്ടെ, എല്ലാത്തിലും ഇമോഷണൽ എൻഗേജ്മെന്റ്, ഓഡിയൻസ് എൻഗേജ്മെന്റ് ഇതിനെയൊക്കെയാണ് രസ തിയറിയായിട്ട് കൂടുതലും കണക്ട് ചെയ്യുന്നത്. Jagannatha's assertion that Vakyam Rasatmagam Kavyam underscores the indispensability of rasa for the pleasurable experience of poetry. ജഗന്നാഥയുടെ വർക്കില് അദ്ദേഹം രസയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. വാക്യം രസാത്മകം കാവ്യം. നിങ്ങളിത് എക്സാമിനൊക്കെ എഴുതുമ്പോൾ ആ പോർഷൻ ജഗന്നാഥ അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ തന്നെ വാക്യം രസാത്മകം കാവ്യം അണ്ടർലൈൻ ചെയ്യണം. നെക്ടർ, സീവ് ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. സോ ഇതൊക്കെ പ്രധാനപ്പെട്ട പോർഷൻസ് അണ്ടർലൈൻ ചെയ്യാം. ജഗന്നാഥ അദ്ദേഹം രസ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വാക്യം രസാത്മകം കാവ്യം. ഒരു കാവ്യത്തെ രസാത്മകമാക്കുന്നത്, രസിപ്പിക്കുന്നത് അതിൻ്റെ വാക്യങ്ങളാണ്. സോ ത്രൂ ദിസ് വേർഡ്സ് he underscores the indispensability of rasa for the pleasurable experience of poetry. Without rasa, a work of art loses its meaning and impact. നമുക്ക് ഒരു കാര്യം വായിക്കുമ്പോൾ അതിൽ നിന്ന് വളരെ ഒരു അനിർവചനീയമായ അനുഭൂതി, അതാണ് രസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു അനിർവചനീയമായ അനുഭൂതി ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് കൊണ്ടോ മീനിങ് കൊണ്ടോ യാതൊരു ഇമ്പാക്റ്റും വായിക്കുന്ന വ്യക്തിക്കോ ഓഡിയൻസിനോ ഒന്നും തന്നെ കിട്ടുന്നില്ല. Bharata unfolds the Rasa theory in Natyashastras, chapter 6, encapsulated in the famous Rasa Sutra. Vibhava Anubhava Vibhijari Samyoga Rasa Nishpati, denoting that the fusion of vibhavas, anubhavas, and vibhijari bhavas created rasa. ഭരതന്റെ നാട്യശാസ്ത്രത്തിന്റെ ആറാം പാഠത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വിഭവ അനുഭവ വ്യഭിചാരി ഭാവ സംയോഗ രസനിഷ്പതി. വിഭവവും അനുഭവവും വ്യഭിചാരി ഭാവങ്ങളും ഇതെല്ലാം കൂടെ സംയോജിപ്പിക്കുക, കമ്പൈൻ ചെയ്യുമ്പോഴാണ് രസം ഉണ്ടാകുന്നത്. നിഷ്പതി മീൻസ് രസം ഉണ്ടാകുന്നത്, രസം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എഴുതുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്യണം. വിഭവ അനുഭവ വ്യഭിചാരി ഭാവ സംയോഗ രസ നിഷ്പതി. So it appeared in the chapter 6 in Bharata's Natyashastra. So through this word, he denotes the fusion of vibhavas, anubhavas, and vibhijari bhavas creates rasa. In this essay, Dasgupta's theory of rasa provides a historical perspective delving into the contribution of theorists like Abhinavagupta, Bhattatattva, Bhattanayaka, Bhattalolada, and Mammada. നമുക്ക് ഇപ്പോൾ പഠിക്കുന്ന ദാസ്ഗുപ്തയുടെ തിയറി ഓഫ് രസയില് ഈ പറയുന്ന രസ തിയറിയുടെ ബേസിക് കോൺസെപ്റ്റിന് പുറമെയായിട്ട് അഭിനവഗുപ്തന്റെയും ഭട്ടതത്വയുടെയും ഭട്ടനായകന്റെയും ഭട്ടലോലയുടെയും മമ്മടയുടെയൊക്കെ ക്രിട്ടിക്കൽ ആ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അന്നേരം തിയറി ഓഫ് രസയെ കുറിച്ച് 5 മാർക്സിന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അന്നേരം തിയറി ഓഫ് രസ ഒറിജിനേറ്റ് ചെയ്ത് സാൻസ്ക്രിറ്റ് വേർഡ് ആയിട്ടുള്ള രസയിൽ നിന്നാണ്. ഇറ്റ് മീൻസ് സെന്റിമെന്റ്, ഫ്ലേവർ, നെക്ടർ, സീവ് ഇതൊക്കെയാണ്. ഇതിന്റെ ഒരു ട്രേസ് ബാക്ക് നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കും. ബേസിക്കലി ഇത് എന്താ പറയുന്നത് വെച്ചാൽ ഓഡിയൻസിന്റെ എൻഗേജ്മെന്റ്, ഇമോഷണൽ എൻഗേജ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്.
ജഗന്നാഥന്റെ ആ ഒരു തത്വം അനുസരിച്ച് രസം എന്ന് വെച്ചാൽ വാക്യം രസാത്മകം കാവ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരെണ്ണത്തിനെ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നത് ആ പറയുന്ന വർക്കിനെ രസാത്മകമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ വാക്യങ്ങളിലൂടെ അതിൻ്റെ അകത്തുള്ള വാക്കുകളിലൂടെ അത് രസാത്മകമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ്. ഓക്കെ, വിതൗട്ട് രസ വർക്ക് ഓഫ് ആർട്ട് ലൂസസ് ഇറ്റ്സ് മീനിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഭരതന്റെ നാട്യശാസ്ത്രത്തിന്റെ ചാപ്റ്റർ 6 അദ്ദേഹം രസയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിഭവ അനുഭവ വ്യഭിചാരി ഭാവ സംയോഗ രസനിഷ്പതി. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്യൂഷൻ ഓഫ് വിഭവാസ് അനുഭവാസ് വ്യഭിചാരി ഭവാസ് ക്രിയേറ്റ്സ് രസ. പിന്നെ നമ്മൾ പറയുന്ന കാര്യം, ഈ ഒരു എസ്സേയിൽ ഇതൊന്നും കൂടാതെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. ആരുടെയൊക്കെയാണ്? അഭിനവഗുപ്തന്റെ, ഭട്ടതത്വയുടെ, ഭട്ടനായകന്റെ, ഭട്ടലോളയുടെ, പമ്മടയുടെ ഒക്കെ ഈ രസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷനെ കുറിച്ച് എൻ ദാസ്ഗുപ്ത തിയറി ഓഫ് രസയിൽ പറയുന്നുണ്ട്. അന്നേരം ഇനി അത് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ നമുക്കൊന്ന് നോക്കാം. എവല്യൂഷൻ ഓഫ് രസ തിയറി. അതങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഈ എവല്യൂഷൻ ഓഫ് രസ തിയറിയാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഭരത അതിന്റെ ഫൗണ്ടേഷൻ ചെയ്ത കാര്യമാണ്. ഭരത's foundation maxim emphasizes the fusion of vibhavas, anubhavas, vibhachari bhavas as the genesis of rasa. This insight laid the groundwork for the subsequent aesthetic discussion. സോ ഭരതനാണ് ഈ പറഞ്ഞ എസ്തെറ്റിക് രസ തിയറിയുടെ ഒരു ഗ്രൗണ്ട് വർക്ക് ചെയ്ത് അദ്ദേഹം അതിനെ വിഭവ അനുഭവ വ്യഭിചാരി ഭാവാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിന്റെ ഒറിജിൻ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നു. പിന്നീടുള്ള ആൾക്കാർ ഇതിനെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആനന്ദവർദ്ധനയുടെ കോൺട്രിബ്യൂഷൻ നോക്കാം. ആനന്ദവർദ്ധന extended the discourse in rasa, discussing the nuanced aspects such as the kavi rasa or the flavor of poetry. This expansion broadened the understanding of emotional experience in the context of literary work. ആനന്ദവർദ്ധനാണ് പിന്നീട് വന്നപ്പോഴത്തേക്ക് ഈ ഒരു വിഭവ അനുഭവ വ്യഭിചാരി ഭാവയെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ കാവ്യരസ അല്ലെങ്കിൽ ഫ്ലേവർ ഓഫ് പോയട്രി എന്ന് പറയുന്നത്, പോയട്രിയിൽ കാവ്യം, ഓക്കെ, അതിൻ്റെ അകത്ത് രസയെ കുറിച്ചിട്ട്, പോയട്രിയിലെ കാവ്യമല്ല, പോയട്രിയിലെ രസയെ കുറിച്ചിട്ട് അദ്ദേഹം കൂടുതലായിട്ട് പഠനം നടത്തി. ദെൻ അതിന്റെ മാധുര്യരതി. So Dhendin's exploration of Rasavat Alamkara and introduction of Madhurya Ridi, characterized by sweet poetry that remains enjoyable upon the repeated readings, contributed to the diversification of Rasa theory. ദണ്ഡിന്റെ മാധുര്യരതിയില് അദ്ദേഹം പറയുന്നത് വെച്ചാൽ രസവത് അലങ്കാരെ കുറിച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റഫേഴ്സ്, മെറ്റോണമി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച്, സിമിലിസ് ഒക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് പോയിട്രി സ്വീറ്റ് ആക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നവരും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നവരും ഓരോ വട്ടം ഡൈവേഴ്സിഫൈഡ് ഫീലിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിൽ അതിനെ മാറ്റുക. ഇനി അഭിനവഗുപ്തയുടെ ഇൻസൈറ്റ് നോക്കാം. അഭിനവഗുപ്ത drew parallels between Dhendin's view and those of Bhattalollada, emphasizing the significance of rasa in literature. He highlighted Kandi, considering rasa as a vital quality of literature. സോ അഭിനവഗുപ്ത ദണ്ഡിന്റെ വ്യൂവിനോടൊപ്പമാണ് ഇതെന്താ. അതുപോലെ തന്നെ ഭട്ടൽ ഓൾറെഡി അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. ദാറ്റ് എംഫസൈസിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് രസ ഇൻ ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ രസയുടെ കോൺട്രിബ്യൂഷൻസിനെ അദ്ദേഹം കൂടുതലും സപ്പോർട്ട് ചെയ്തു. And he highlighted Kandi, considering rasa as a vital quality of literature. അതിനോടൊപ്പം തന്നെ അദ്ദേഹം കന്തിയുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ കുറച്ചുകൂടെ ബലപ്പെടുത്തുകയും രസ ലിറ്ററേച്ചറിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെന്ന് അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. സോ ഇത്രയാണ് ഇതിൻ്റെ തിയറിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഭരതന്റെ നാട്യശാസ്ത്രത്തിൽ ചാപ്റ്റർ 6 നമ്മൾ ഈ പറയുന്ന രസ തിയറിയെ പറ്റി അതിന്റെ ബേസ് പറയുന്നത്. ദെൻ കംസ് ടു ആനന്ദവർദ്ധന, ദെൻ ധണ്ടിൻ ആൻഡ് മാധുര്യ. ആനന്ദവർദ്ധനയാണ് കാവ്യരസയെ കുറിച്ച്, ഫ്ലേവർ ഓഫ് പോയട്രിയെ കുറിച്ച് പറയുന്നത്. ധണ്ടിനാണ് രസവത് അലങ്കാരെ കുറിച്ച് പറയുന്ന. അഭിനവഗുപ്തനാണ് പിന്നീട് ദണ്ഡിന്റെയും ഭട്ടലോളന്റെ ഒക്കെ വ്യൂസിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇലാബറേറ്റ് ചെയ്യുന്നു. അന്നേരം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോൺട്രിബ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടെന്ന് നോക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പോയിന്റിലേക്ക് കിടക്കാം. അന്നേരം വിഭവ അനുഭവ വ്യഭിചാരി ഭാവ സംയോഗ രസനിഷ്പതി എന്നാണ് അതിൻ്റെ അകത്ത്. രസാന്റെ ഭാവം. ഇനി കുറച്ച് ഭാവങ്ങളും രസവും കൂടെ നോക്കാം. അന്നേരം എന്ത് ഭാവവും രസവുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഭാവ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ പറയത്തില്ലേ, ക്രോധഭാവം,
ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഉം, എന്താ ഉത്സാഹം, ഹാസ്യം, ഒക്കെ, രതി, അതുപോലെ വിസ്മയഭാവം, ശോകഭാവം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഇത്ര ശോകഭാവം എന്ന് ചോദിക്കാറുണ്ട്. അന്നേരം ഇതെന്ന് പറയുന്ന ഭാവമാണ്. ഇത് സന്തോഷഭാവം, സന്തോഷം, അതും എന്താണ്, ഭാവങ്ങളാണ്. അന്നേരം ഇതിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് രസങ്ങളുണ്ട്. അത് ഇനി എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Rasa, the aesthetic relish derived from a work of art, is intrinsically connected to bhava, the state of mind or sentiment, often referred to as affect. സോ രസ എന്ന് പറയുന്നത് ഒരു വർക്ക് ഓഫ് ആർട്ടാണ്. ഓക്കെ, അത് ഭാവമായിട്ട് കണക്ട് ചെയ്ത് കിടക്കും. നമുക്കിപ്പം നമ്മൾ പറയത്തില്ലേ, എനിക്ക് വിഷമിച്ചിരിക്കുമ്പോൾ കരച്ചിൽ വരുന്നു. ഓക്കെ, ശോകം എന്ന് പറയുന്ന ഒരു ഭാവമാണ്. അന്നേരം അത് ഉണർത്തുന്ന ഒരു രസമുണ്ട്. ശോകത്തിനോട് അനുബന്ധിച്ച് വരുന്നതാണ് കരുണരസം. ഓക്കെ, അങ്ങനെ ഓരോ ഭാവങ്ങളും അനുബന്ധമായിട്ട് വരുന്ന രസങ്ങളുമാണ്. സോ ഭാവം എന്ന് പറയുന്നത്, ഭാവ ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഭാവം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മാനസിക അവസ്ഥയാണ്. ആൻഡ് ഈസ് റെഫേർഡ് ആസ് ദ അഫക്റ്റ്. അത് അവൻ അടിമപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ അവൻ അത് അനുഭവിച്ചിരിക്കുന്നു, അവന് അതിന് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. Okay, and in the context of dramatic or poetic expression, Bharata outlines that rasa is engendered by fusion or samyoga of vibhava causes and anubhava symptoms and vyabhichari bhava transitory emotions. ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ ചാപ്റ്റർ 6 അദ്ദേഹം മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന രസ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ. ഓക്കെ, അതിനാണ് അദ്ദേഹം സംയോഗ എന്ന് പറയുന്നത്. വിഭവ എന്ന് വെച്ചാൽ കോസസ്, കാരണങ്ങളെയാണ് നമ്മൾ വിഭവ എന്ന് പറയുന്നത്. അനുഭവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ്, എന്ത് കാരണം കൊണ്ടുണ്ടായി, കാരണങ്ങളെയാണ്, അല്ലെങ്കിൽ അതിനുണ്ടായ സാഹചര്യങ്ങളെയാണ് നമ്മൾ അനുഭവ എന്ന് പറയുന്നത്. ദെൻ വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററി ഇമോഷൻസ്, മീൻസ് പെട്ടെന്നുണ്ടാകുന്ന നമ്മളുടെ ഇമോഷൻസ് ചേഞ്ചസിനെയാണ് ട്രാൻസിസ്റ്റർ. അത് ഒരിക്കലും സ്ഥായിയായിട്ട് നിൽക്കുന്നില്ല, അത് വളരെ ടെമ്പററി ആയിട്ടുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ മാഞ്ഞു പോകുന്നു. ഭയം, ഓക്കെ, അതുപോലെ തന്നെ ഷൈനസ്, അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ല പേടിച്ചു പോയി, ഇങ്ങനെയൊക്കെ പറയത്തില്ല, ഇതൊക്കെ എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററി ഇമോഷൻസ് ആണ്. സോ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് രസം ഉണ്ടാകുന്നതെന്ന് ഭരത പറയുന്നു. സോ രസ ഒറിജിനേറ്റഡ് ഫ്രം ദ ഫ്യൂഷൻ ഓഫ് വിഭവ, അനുഭവ ആൻഡ് വ്യഭിചാരി ഭാവ. വിഭവ മീൻസ് കോസസ്, അത് തന്നെ ഭാവം, കോസസ്, ഇനി അത് ഓരോന്ന് പഠിക്കും. അനുഭവ സിംറ്റംസ് ആൻഡ് വ്യഭിചാരി ഭാവ ട്രാൻസിസ്റ്ററി ഇമോഷൻസ്. For an emotion to be deemed rasa, it must undergo aesthetic creation. ഓക്കെ, ഒരു നല്ല രസം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ബാലൻസിൽ ഇതെല്ലാം കൂടെ ഒത്തൊരുമിക്കണം. ഭരത ഇൻട്രൊഡ്യൂസസ് 8 സ്ഥായി ഭാവാസ് ഓർ പെർമനന്റ് ഇമോഷൻസ്, ഈച്ച് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് രസ. ഓക്കെ, ഭരതൻ പറയുന്നുണ്ട്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്ഥായി ഭാവം, പെർമനന്റ് ഇമോഷൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ വ്യഭിചാരി ഭാവ ട്രാൻസിസ്റ്ററി ഇമോഷൻ ആണ്, പക്ഷെ അതല്ലാതെ കുറച്ച് പെർമനന്റ് ഇമോഷൻ നമുക്കുണ്ട്. അത് 8 സ്ഥായി ഭാവങ്ങളുണ്ട്. ആ 8 സ്ഥായി ഭാവങ്ങളിലും അവയുടെ രസങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ പറഞ്ഞ രസ ആൻഡ് ഭാവയിലെ രസം എന്ത് ചെയ്യുന്നു, ഭാവങ്ങളാണ് രസങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഭാവം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓരോ രസങ്ങളെ അത് ഉണ്ടാക്കുന്നു. ഭരത പറഞ്ഞത് വിഭവ, അനുഭവ, വ്യഭിചാരി ഭാവ സംയോഗ രസനിഷ്പതി. അതിൻ്റെ അകത്ത് ഈ വിഭവം എന്ന് വെച്ചാൽ കോസസ് ആണ്, അനുഭവ സിംറ്റംസ് ആണ്, വ്യഭിചാരി ഭാവ ട്രാൻസിസ്റ്ററി ഇമോഷൻസ് ആണ്. ഇതെല്ലാം കൂടെ ഒരു പ്രത്യേക ബാലൻസിൽ കൂടുമ്പോഴാണ് നമുക്ക് രസം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. there are 8 സ്ഥായി ഭാവാസ് or the permanent emotions and these emotions are created with a specific രസ. ഇനി ഈ 8 സ്ഥായി ഭാവാസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 2 മാർക്ക് വേണേലും ചോദിക്കാം. സോ ഫസ്റ്റ് ഭാവം, ഇത് ആദ്യം കാണുന്ന ഭാവമാണ്, രണ്ടാമത് കാണുന്ന രസവുമാണ്. രതിഭാവ, രതി ലവ്, ഓക്കെ, ഇറ്റ് ഗിവ് റൈസ് ടു ശൃംഗാര രസ. രതിയാണ് ശൃംഗാര രസം, ഇറോട്ടിക് ആയിട്ടുള്ള ആ ഒരു രസം ഹാസ ഓർ മിർത്ത്, ഇറ്റ് ക്രിയേറ്റ് ഹാസ്യരസ. കോമിക് ആയിട്ടുള്ള ആ രസം ക്രിയേറ്റ് ചെയ്യുന്ന ഹാസ്യരസയാണ്. ഹാസ ഓർ മിർത്ത് ക്രിയേറ്റ് ഹാസ്യരസ.
Shoga or sorrow, it creates karuna rasa. Krodha or anger, it creates raudra rasa. Ulsaha or enthusiasm, it creates വീരരസ. ഓക്കെ, ഒരു മനുഷ്യന്റെ ഉള്ള ഉത്സാഹമാണ് ചെയ്യാനുള്ള. നമ്മൾ കണ്ടില്ലേ ബാഹുബലിക്കകത്ത്, അവനിക്ക് ആ മലയുടെ മണ്ടയ്ക്ക് കയറണമെന്നുള്ള അവന്റെ അതിയായ ആഗ്രഹം, ആ ഉത്സാഹം, അതാണ് അവനെ വീരനാക്കി മാറ്റിയത്. ദറ്റ്സ് ഹീറോയിസം. ആ രസ എത്രയൊക്കെ ഫെയിൽ ആയാലും വീണ്ടും വീണ്ടും കയറണമെന്നുള്ള അവന്റെ ആഗ്രഹം, അത് കാണുമ്പോൾ നമുക്ക് ആ രസം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നു. ദെൻ ഭയ ഓർ ഫിയർ, ഇറ്റ് ക്രിയേറ്റ് ഭയാനക രസ, ടെറിബിൾ, ആ ഒരു ഫ്രൈറ്റൻഡ് കണ്ടീഷൻ നമുക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ജിഗുപ്സ ഓർ ഡിസ്ഗസ്റ്റ്, അറപ്പുളവാക്കുന്ന കാണുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഭീഭത്സരസ, റിപ്പൾസീവ്, അറപ്പുളവാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ഉള്ളിൽ ഭീഭത്സരസ ക്രിയേറ്റ് ചെയ്യുന്നു. Then Vismaya or wonder, it create that bhava create adbhutarasa. Vismaya or wonder that creates albhutarasa or marvelous. In addition to the eighth rasas, okay, Shantarasa or the serene condition, a responding that arising from the corresponding bhava, vairagya or detachment. പിന്നീട് വന്ന് നൈന്ത് രസയാണ് ശാന്തരസ എന്ന് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ഇത് സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അതിൻ്റെ അകത്ത് ജഗതി ചേട്ടൻ പല രസങ്ങൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ശ്രീനിവാസിനോട് പല രസങ്ങൾ കാണിക്കുന്നുണ്ട്. ആ രസങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ. സോ ശാന്തരസ ഓർ ദ സെറീൻ കണ്ടീഷൻ ദാറ്റ് ക്രിയേറ്റഡ് ഫ്രം ദ വൈരാഗ്യ ഓർ ഡിറ്റാച്ച്മെന്റ്. ഓക്കെ, വൈരാഗ്യ ഭാവ, അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ശാന്തരസ. ഓക്കെ, അന്നേരം ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ദെൻ നമുക്ക് അനുഭവ, വിഭവ, അനുഭവ, വിഭിചാരി ഭാവ എന്തൊക്കെയാണെന്ന് നോക്കാം. വിഭവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, വിഭവാസ് ആർ കോസസ്, അനുഭവ സിംറ്റംസ്, വ്യഭിചാരി ഭാവ ട്രാൻസിസ്റ്ററി ഇമോഷൻസ്. ഇനി ഫസ്റ്റ് വിഭവ. വിഭവ എന്ന് വെച്ചാൽ കോസസ്, കാരണങ്ങൾ. These are the objective conditions that produce an emotion. In the given scene, the lovers, garden, fragrant breeze, flowers are all vibhavas. They can be categorized into Alambana Vibhava or the characters and Uddipana Vibhava, circumstance. Vibhavas എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസസ്, കാരണങ്ങൾ. ഓക്കെ, ഇത് നമ്മുടെ ഇമോഷൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണങ്ങളാണിത്. ഇനി അവൻ ഈ പറഞ്ഞ ഉത്സാഹത്തോടെ മുന്നേറി നമ്മുടെ ബാഹുബലി മുകളിലെത്തിയപ്പോഴാണ് അവൻ അവിടെ ആരെ മീറ്റ് ചെയ്യുന്നത്? നമ്മുടെ ദേവസേനയെ മീറ്റ് ചെയ്യുന്നത്. ദേവസേനയല്ല, മറ്റേ ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, തമന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടീഷൻ ആകെ മാറുവാണ്. നമ്മളുടെ ആ ഒരു സെറ്റിങ്ങും സീനറിയും ഒക്കെ മാറുന്നു. പെട്ടെന്ന് വെള്ളച്ചാട്ടം ഉണ്ടാകുന്നു, അവിടെ മുഴുവൻ നനുത്ത മഞ്ഞ് പോലെ ഉണ്ടാകുന്നു. തമന ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു, വെള്ള ഡ്രസ്സിലേക്ക് മാറുന്നു, ആടയാഭരണങ്ങൾ മാറുന്നു, നിറയെ ഗാർഡൻ ചുറ്റും വരുന്നു. അവരുടെ ഉള്ളിൽ പ്രണയാതരമായ സംഗീതം ഒഴുകുന്നു. ചുറ്റും പൂക്കളും പക്ഷികളും ഒക്കെ പൂത്തുലയുകയും പക്ഷികൾ പറക്കുകയും പൂമ്പാറ്റുകൾ പാറിക്കളിക്കുകയും ചെയ്തു. ഈ ഒരു സെറീൻ സെറ്റിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, ഇല്ലേ? സോ അതെന്ന് വെച്ചാൽ കോസസ്, അവരുടെ ഉള്ള പ്രണയത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു സെറ്റിംഗ് അവിടെ ഇടുകയാണ്. ഇതാണ് വിഭവ. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആലംബന വിഭവ ആൻഡ് ഉദ്ദീപന വിഭവ. രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉള്ള രസം പുറത്തേക്ക് വരാം. ഉള്ളിലുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ട് ആ രസം പുറത്തേക്ക് വരാം. എന്തൊക്കെയാണ്? ആലംബന വിഭവ ത്രൂ ക്യാരക്ടേഴ്സ് ആൻഡ് ഉദ്ദീപന വിഭവ ത്രൂ സർക്കംസ്റ്റാൻസസ്, സാഹചര്യം കൊണ്ടും ക്യാരക്ടേഴ്സ് കൊണ്ടും. ഇനി അന്നേരം ആലംബന വിഭവം എന്താണെന്ന് നോക്കാം. ആലംബന വിഭവയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ആശ്രയ ആൻഡ് വിഷയ. ആശ്രയ മീൻസ് ആരാണോ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് ആശ്രയ എന്ന് പറയുന്നത്. വിഷയം എന്ന് വെച്ചാൽ ആര് കാരണമാണോ ഈ പറയുന്ന ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അവരാണ് വിഷയ എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു പ്രണയത്തില് എപ്പോഴും പുരുഷനായിരിക്കും ആശ്രയ, ദ പേഴ്സൺ ഹു ക്രിയേറ്റഡ് ദി ഇമോഷൻ. ഓക്കെ,
The Vishay is the character whom the emotion is created. Emotion created, sorry, the person whom the emotion is created. Emotion create ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആശ്രയ. അതുപോലെ തന്നെ വിഷയം എന്ന് വെച്ചാൽ the character for whom the emotion is created. ആർക്ക് വേണ്ടിയിട്ടാണ് ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അവനാണ് വിഷയ. യൂഷ്വലി എല്ലാ പ്രണയങ്ങളിലും സ്വാഭാവിക പ്രണയങ്ങളിൽ പുരുഷൻ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും സ്ത്രീ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവൻ പാട്ടുപാടുകയും അവൻ അവന്റെ ഇമോഷൻ പ്രകടമാക്കുകയും ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ ആശ്രയ അത് ഇൻക്ലൂഡ് എക്സാമ്പിൾ മെന്നാണ്. വിഷയ എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്ത്രീയാകുന്നു. ഇനി ഉദ്ദീപന വിഭാഗം നമ്മൾ പറഞ്ഞ സർക്കംസ്റ്റൻസ് ആണ്. എന്ത് സാഹചര്യത്തിലാണ് ആ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗാർഡൻ സെറ്റിംഗ് വരുന്നു, ഫ്രാഗ്നന്റ് ബ്രീസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, അതുപോലെ തന്നെ ആ സാഹചര്യങ്ങൾ, മഴ, ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ലവ്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഉദ്ദീപന, ഉദ്ദീപിപ്പിക്കുക. ഓക്കെ, ദാറ്റ് ക്രിയേറ്റ്സ് ദ ഇമോഷൻ. ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട അവസ്ഥ ഉദ്ദീപന വിഭവം. സോ നമുക്ക് വിഭവം എന്ന് വെച്ചാൽ സർക്കംസ്റ്റാൻസസിനെയാണ്, ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള കോസസിനെയാണ് വിഭവ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈൻഡ് ടു ടൈപ്സ്, ആലംബന വിഭവ ആൻഡ് ഉദ്ദീപന വിഭവ. ആലംബന വിഭവം എന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് ആണ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്സ്, ആശ്രയ ആൻഡ് വിഷയ. പേഴ്സൺ ഹൂം ദി ഇമോഷൻ ഇസ് ക്രിയേറ്റഡ്, ആശ്രയ. ദ ക്യാരക്ടർ ഫോർ ഹൂം ദി ഇമോഷൻ ഇസ് ക്രിയേറ്റഡ് ഇസ് കാൾഡ് വിഷയ. And next is Uddipana Vibhava. It is circumstances that created emotion is called Uddipana Vibhava. Then Anubhava. These are bodily expressions used to express emotions. In the scene, the woman glancing at a man, blushing and lowering her gaze are examples of Anubhavas. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്താ പ്രണയാതുരമായ പെൺകുട്ടിക്ക് ചിലപ്പോൾ അവൾ നാണം കുണുങ്ങിയിരിക്കുന്നു, അവൾ ബ്ലഷ് ചെയ്യുന്നു, അവൾ ഓടിപ്പോകുന്നു, അതുപോലെ തന്നെ അവൾ കണ്ണ് ചിമ്മുന്നു, ഓക്കെ, അവൾ നാണിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്നത് വെച്ചാൽ അനുഭവങ്ങൾ, അവളുടെ പറയാൻ തുടങ്ങുന്ന ഇഷ്ടങ്ങൾ അവളുടെ ബോഡിലി എക്സ്പ്രഷനിലൂടെ അവൾ കാണിക്കുന്നു. ഓക്കെ, ഇതെല്ലാം എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. മീൻസ് ബോഡിലി എക്സ്പ്രഷൻസിനെയാണ് ടു എക്സ്പ്രസ് ദി ഇമോഷൻ. ഉള്ളിലുള്ള ഇമോഷൻസിനെ ബോഡിലി എക്സ്പ്രഷൻ വഴി പുറത്തേക്ക് കാണിക്കുന്നതിനെ അനുഭവ എന്ന് പറയും. സോ വിഭവ, അനുഭവ. ഇനി വ്യഭിചാരി ഭാവം എന്താണെന്ന് നോക്കാം. വ്യഭിചാരി ഭാവാസ്, ദീസ് ആർ ട്രാൻസിയന്റ് ഇമോഷൻസ് that enhance the permanent emotions or sthayi bhavas. In the illustration, the women's shyness, anxiety, worry about being seen with the lover are വ്യഭിചാരി bhavas. There are total of 33 വ്യഭിചാരി bhavas. സോ വ്യഭിചാരി ഭാവാസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസിസ്റ്ററി ഇമോഷൻസിനെയാണ് നമ്മൾ വ്യഭിചാരി ഭാവാസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു പോകുന്ന ഫീലിംഗ്. സോ പെട്ടെന്നുണ്ടാകുന്ന ഷൈനസ്, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പേടി, അത് അതുപോലെ തന്നെ ആങ്സൈറ്റി, വെറി, ഇതിനെയൊക്കെയാണ് പ്രിയതമനെ കാണുമ്പോൾ അല്ലെങ്കിൽ കാമുകനെ കാണുമ്പോൾ കാമുകിക്ക് തോന്നുന്ന ആങ്സൈറ്റി, വെറി, ഷൈനസ്, ഇതൊക്കെ എന്ന് പറയുന്ന വ്യഭിചാരി ഭാവങ്ങളാണ്. സോ ഇതിലൂടെ രസം ഓഡിയൻസിന് നൽകുന്നു, ആ ഒരു കോണ്ടെക്സ്റ്റ് പെട്ടെന്ന് ഓഡിയൻസിന് കൊടുക്കും. ദർ ആർ ടോട്ടലി 33 വ്യഭിചാരി ഭാവാസ്. അതുപോലെ തന്നെ 8 സ്ഥായി ഭാവാസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 8 സ്ഥായി ഭാവാസ് ഉണ്ട്. അതിന്റെ ലാസ്റ്റ് ഒരു സ്ഥായി ഭാവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, സെറിൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ ശാന്തരസ ഫ്രം വൈരാഗ്യ എന്നുള്ള ഇതിൽ നിന്ന് ഈ 9th കണ്ടീഷൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യഭിചാരി ഭാവം എന്ന് വെച്ചാൽ ട്രാൻസിയന്റ് ഇമോഷൻസ് ആണ്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററി ഇമോഷൻസ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 33 വ്യഭിചാരി ഭാവാസ്. Overall, വ്യഭിചാരി ഭാവ set the stage for emotion. Anubhavas express emotions through bodily expression. വ്യഭിചാരി ഭാവസ് transiently enhance dominant emotions or rasa. വിഭവ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് സെറ്റിംഗ്, ഒരു കോസ് ഉണ്ടാക്കുന്നു. അനുഭവ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നു. വ്യഭിചാരി ഭാവ അതിന്റെ ട്രാൻസിറ്ററി ഇമോഷൻ അല്ലെങ്കിൽ ട്രാൻസിയന്റ് ഇമോഷനിലൂടെ ഡോമിനന്റ് ഇമോഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു. അന്നേരം ഇത് നിങ്ങൾ വാരി വലിച്ചൊന്നും എഴുതാൻ നിൽക്കണ്ട. ഇത് ഞാൻ ഈ തന്നിരിക്കുന്ന പോയിന്റ്സ് അത്രയെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സിലെല്ലാം അണ്ടർലൈൻ ചെയ്തൊന്ന് എഴുതുക. ഇനി വാസന. എന്താണ് വാസന? According to Gupta, the dominant emotion in person's mind is called vasana, residing as an instinctive character in a subconscious. നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും അതിനെയാണ്.
ഈ കുഞ്ഞുനാളിലെ എനിക്ക് പണ്ട് മുതലേ ഇതിന് പല പല കാര്യങ്ങൾ പടം വരയ്ക്കാനൊക്കെ നല്ല വാസനയുള്ള കൊച്ച എന്ന് നമ്മൾ പറയാറില്ലേ? അല്ലെങ്കിൽ പാടാനൊക്കെ നല്ല വാസനയുണ്ട് എന്ന് പറയാറില്ലേ? അതിനെ തന്നെയാണ് ഈ ഡോമിനന്റ് ഇമോഷൻ ഇൻ എ പേഴ്സൺസ് മൈൻഡ് ഈസ് കാൾഡ് വാസന. അത് ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ളതാണ്. Vasana is a motivating factor that drives individual to find enjoy in specific ways, serving as a complex integration of emotion and impulse. വാസന എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അത് നമ്മൾക്ക് പല രീതികളിലൂടെ നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നു. അത് നമുക്ക് ഓരോ തരത്തിലുള്ള ഇമോഷൻസും ഇമ്പൾസും തന്ന് നമുക്ക് പ്രത്യേക രീതിയിൽ നമുക്കൊരു ക്രിയേറ്റീവ് ഇഫക്റ്റ് അത് പ്രദാനം ചെയ്യുന്നു. Human beings have various emotional impulses, complexes, or vasanas, some of which remain dormant until triggered by external stimulus. ഇല്ലേ? ചിലപ്പോൾ മിക്കവാറും പേരിൽ അങ്ങനെയാണ്. നമുക്കറിയാൻ പറ്റാത്ത പല കഴിവുകളും പല വാസനകളും നമുക്കുള്ളിലുണ്ടാവും. അത് ഡോർമെന്റ് ആയിട്ട് കിടക്കും. എപ്പോഴെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അവസരം വരുമ്പോൾ മാത്രമേ നമ്മളുടെ ഉള്ളിൽ മയങ്ങിക്കിടക്കുന്ന ആ ഒരു വാസന, ആ ഒരു ക്രിയേറ്റിവിറ്റിയെ തൊട്ടുണർത്താൻ നമുക്ക് കഴിയും. സോ വാസന എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ക്രിയേറ്റിവിറ്റിയാണ്. അത് ഓരോ മനുഷ്യന്റെ മൈൻഡിലും ഈ പറയുന്ന ക്രിയേറ്റിവിറ്റി വാസനയുണ്ട്. We have to enjoy that vasana in specific ways and we have to integrate the emotion and impulse. Human beings have various emotions and impulses, and in order to understand the vasana, we have to overcome the dormant condition, and we have to go through some kind of external stimuli. Then we have to deal with bhavagatva and bhojagatva. എന്താണ് ഈ ഭാവകത്വയും ഭോജകത്വയും അത് നമുക്കൊന്ന് നോക്കാം. According to Bhattanayaka, Rasa cannot be directly produced or created. Instead, introduces two functions, Bhavagatva and Bhojagatva, to explain the aesthetic situation. ഭട്ടനായകൻ പറയുന്നത് രസം നമ്മുടെ ഉള്ളിൽ ഡയറക്റ്റായിട്ട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്ന ഒന്നുമല്ല. അത് രണ്ട് ഫംഗ്ഷനുകളിലൂടെ ഉണ്ടാകുന്നു. ഓക്കെ, ഭാവകത്വത്തിലൂടെയും ഭോജകത്വത്തിലൂടെയും. ഇനി അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. Bhavagatva means this function pertains to the piece of art's ability to generate a new spiritual creation within the audience. So, ഒരു ഓഫ് ആർട്ട് കണ്ടപ്പോൾ അത് എൻ്റെ ഉള്ളിൽ ഒരു രസം നിറച്ചെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷം തന്നു, എനിക്കുള്ളിൽ ഒരു രസം നിറച്ചെങ്കിൽ ഭാവകത്വ ഇസ് ഹാപ്പൻഡ്, ഭാവകത്വം ഉണ്ടായി എന്ന് പറയാം. Okay, a piece of work of art ability to generate a new spiritual creation അല്ലെങ്കിൽ create a രസ. ഒരു പീസ് ഓഫ് ആർട്ടിന് എൻ്റെ ഉള്ളിൽ ഒരു രസം നിറയ്ക്കാൻ കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ ഭാവകത്വ എന്ന് പറയുന്നത്. Okay, it includes incidents, characters, situations are present in a universalized manner. Okay, അതിൻ്റെ ഇൻസിഡൻസിലൂടെ, അതിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻസിഡൻസിലൂടെ, ക്യാരക്ടേഴ്സിലൂടെ, സിറ്റുവേഷനിലൂടെ അത് എന്നെ എന്ത് ചെയ്യുന്നു, എൻ്റെ ഉള്ളിൽ ആ ഒരു ഞാൻ കണ്ട സിനിമയായിക്കോട്ടെ, ഞാൻ കണ്ട വായിച്ച കാവ്യമായിക്കോട്ടെ, ഞാൻ കണ്ട നാടകമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ രസം നിറച്ചു. ദാറ്റ് ഈസ് കാൾഡ് ഭാവകത്വ. ആ പീസ് ഓഫ് ആർട്ട് എൻ്റെ ഉള്ളിൽ രസം നിറച്ചു. ഇനി അത് നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ശേഷി വേണം, അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ശേഷി വേണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ചില ആൾക്കാർ പറയും, ഓ സിനിമ അടിപൊളിയായിരുന്നു, ചില ആൾക്കാർ പറയും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ രസം മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ അതിന് നമുക്ക് ജോക്ക് തന്നെ എടുക്കാം. ഇവിടെ ഒരു നമ്മളോട് ഒരാൾ ഒരു ജോക്ക് പറഞ്ഞു, ആ ജോക്ക് പറഞ്ഞപ്പോൾ ആ ജോക്ക് കേട്ട് മനസ്സിലായവർ ചിരിച്ചു, മനസ്സിലാവാത്തവർ ഇത് എന്താപ്പാന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. സോ ഇതിൻ്റെ അകത്താണ് അന്നേരം ആ ജോക്ക് കേട്ട് മനസ്സിലായവർ ചിരിച്ചുവെങ്കിൽ ആ ദാറ്റ് ജോക്ക് ക്രിയേറ്റഡ് ഭാവകത്വ ഇൻ ദം, ഇല്ലേ? അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു, ഭോജകത്വ. അത് ജോക്ക് കേട്ട് ചിരിച്ചവരുടെ ഉള്ളിൽ എന്തുകൊണ്ട്, ഭോജകത്വം എന്ന് വെച്ചാൽ ആ ജോക്കിനെ ഡീകോഡ് ചെയ്ത് അതിന്റെ ന്യൂആൻസസ് മനസ്സിലാക്കാനുള്ള ശേഷി അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ജോക്ക് കേട്ടപ്പോൾ മനസ്സിലായതും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത്. ഇത് മനസ്സിലില്ലാത്തവർക്ക് ഈ ജോക്ക് കേട്ടാൽ മനസ്സിലാകുന്നില്ല. സോ അവരുടെ ഉള്ളിൽ എന്തില്ല, ഈ പറയുന്ന രസയെ ഡീകോഡ് ചെയ്യാനുള്ള സംഭവമില്ല. ഇത് തന്നെയാണ് പല സിനിമകളുടെ അവസ്ഥ. ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ചില ആൾക്കാർ പറയും അത് അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ ഉള്ളിലെ ആ ഒരു രസ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഡീകോഡ് ചെയ്യാൻ പാകത്തിലുള്ളവരാണ്.
അതിനെ എൻജോയ് ചെയ്യാൻ പാകത്തിലുള്ളതാണ്. പക്ഷെ മറ്റ് ചിലവരുടെ ഉള്ളിലുള്ള ആ ഒരു രസ എന്ന് പറയുന്നത് ഇതിനെ എൻജോയ് ചെയ്യാൻ പാകത്തിലുള്ള അല്ല. അന്നേരമാണ് ഈ ഭോജകത്വം ഡിഫറെന്റ് ആകുമ്പോഴാണ് വർക്ക് ഓഫ് ആർട്ട് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്. So, Bhojakatva, this function refers to the viewers or readers' capacity to enjoy the aesthetic creation. ഒരു aesthetic creation enjoy ചെയ്യാനുള്ള ഒരു വ്യൂവറിന്റെ അല്ലെങ്കിൽ റീഡറിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഭോജകത്വം എന്ന് പറയുന്നത്. It involves experiencing the universalized elements of artistic work, leading to emergence of rasa or aesthetic enjoyment. ഇവിടെയാണ് നമ്മൾ ഒരു രസയുടെ എമർജൻസ്, എസ്തെറ്റിക് എൻജോയ്മെന്റ്, ആർട്ടിസ്റ്റിക് വർക്കിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതൊക്കെ ഈ ഭോജകത്തിലാണ്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഭാവകത്വ ഭോജകത്വം നമുക്ക് ചോദിക്കാം, 2 മാർക്സിലൊക്കെ ചോദിക്കാം. അന്നേരം അതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം. ഭാവകത്വ മീൻസ് ദ ഫങ്ഷൻ ഓഫ് ആർട്ട് ടു ക്രിയേറ്റ് ഓർ ജനറേറ്റ് രസ ഇൻ അവേഴ്സ്. നമ്മുടെ മനസ്സിൽ രസം ഉയർത്താനുള്ള ഒരു പീസ് ഓഫ് ആർട്ട്, ഒരു വർക്കിന്റെ കഴിവ്. ഭോജകത്വം എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ദ വ്യൂവേഴ്സ് ഓർ റീഡേഴ്സ് കപ്പാസിറ്റി ടു എൻജോയ് ആൻ എസ്തെറ്റിക് ക്രിയേഷൻ. ഒരു എസ്തെറ്റിക് ക്രിയേഷൻ എൻജോയ് ചെയ്യാനുള്ള വ്യൂവറിന്റെ അല്ലെങ്കിൽ റീഡറിന്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഭോജകത്വം എന്ന് പറയുന്നത്. ഇനി എന്താണ് സാധാരണീകരണ എന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് സാധാരണീകരണയെ കുറിച്ചിട്ടാണ്. സാധാരണീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് മീനിങ് യൂണിവേഴ്സലൈസേഷൻ എന്നാണ്. യൂണിവേഴ്സലൈസേഷൻ. So, Sadharanigara explained by Bhattanaga involves generalizing the particular and universalizing the personal in a work of art. നമ്മുടെ ഷേക്സ്പിയറിന്റെ വർക്കിലെല്ലാം നമ്മൾ കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സലൈസേഷൻ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വർക്ക് ഓഫ് ആർട്ട് അന്നും ഇന്നും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ വായിക്കുന്നത്. സോ സാധാരണീകരണ അത് ഭട്ടനായകൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ജനറലൈസിങ് ദ പർട്ടിക്കുലർ ആൻഡ് യൂണിവേഴ്സലൈസിങ് ദ പേഴ്സണൽ വർക്ക് ഓഫ് ആർട്ട്. നമ്മുടെ ഒരു വർക്ക് ഓഫ് ആർട്ടിനെ അതിനെ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുക. പക്ഷേ അത് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ആ വർക്ക് ഓഫ് ആർട്ടിനെ യൂണിവേഴ്സലൈസ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുക. The poet de-individualizes emotions, making them universal, allowing everyone to experience rasa. ഷേക്സ്പിയറിന്റെ വർക്കുകൾ മലയാളി വായിച്ചാലും കൊറിയൻകാർ വായിച്ചാലും ചൈനക്കാർ വായിച്ചാലും എല്ലാവർക്കും ഒരേ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യും. So he de-individualizes emotions and making the emotion universal. During a performance, the audience identifies completely with the characters, leading to a loss of individual identity. സോ ഒരു പെർഫോമൻസ് നടക്കുന്ന അവസരത്തിൽ നമ്മൾ ആകാശദൂതൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നമ്മളെ മറന്ന് ആ ഒരു കഥാപാത്രമായിട്ട് മാറി നമ്മൾ കരയും. അല്ലെങ്കിൽ അവൻ വിഷമിക്കുമ്പോൾ അവന്റെ വിഷമം നമ്മളുടേതായി തീരുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ വിഷമം നമ്മളുടേതായി മാറുകയാണ്. അവിടെ നമ്മൾ ആ ക്യാരക്ടറും ആ ഓഡിയൻസും രണ്ടല്ല, അവിടെ ഒന്നായി മാറുകയാണ്. സോ ലീഡിങ് ടു ദ ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. നമ്മളെന്ന് പറയുന്ന വ്യക്തി മാറുകയാണ്. അതുപോലെ തന്നെയാണ് ചില സമയത്ത് പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ആ ഒരു കഥാപാത്രത്തിന്റെ ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ചില നായകന്മാർക്കും നായികമാർക്കും അവർ ആ ഒരു വേഷം അഭിനയിച്ചു കഴിഞ്ഞാൽ പോലും, ഇപ്പം മണിച്ചിത്രത്താഴില് ശോഭനയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴും ശോഭനയുടെ ആ ഒരു ഷൂട്ടിങ്ങിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ അത് അഭിനയിച്ചതിന് ശേഷവും സത്യം പറഞ്ഞാൽ ആ ഒരു നാഗവല്ലി എന്ന് പറയുന്ന ക്യാരക്ടറിൽ നിന്ന് എനിക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് ചിലപ്പോൾ ഓഡിയൻസിന്റെ അവസ്ഥ. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സിൽ നിന്ന് വെളിയിലേക്ക് വരാൻ നമുക്കും ആകില്ല. സോ ഇതാണ് സാധാരണീകരണം അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുന്നത്. സാധാരണീകരണ ഇസ് ഫെസിലിറ്റേറ്റഡ് ത്രൂ ഡിനോട്ടേഷൻ ഓർ അഭിധ, ഭാവകത്വ ജനറേറ്റിംഗ് ന്യൂ സ്പിരിച്വൽ ക്രിയേഷൻ, ഭോജകത്വ എൻജോയ്മെന്റ് ഓഫ് എസ്തെറ്റിക് ക്രിയേഷൻ. സാധാരണീകരണം 3 തരത്തിലാണ് നടക്കുന്നത്: ത്രൂ ഡിനോട്ടേഷൻ ഓർ അഭിധ, then bhavagatva generating new spiritual creation, and bhojagatva enjoyment of aesthetic creation. അന്നേരം ഈ സാധാരണീകരണയുടെ നമുക്ക് നോക്കണം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് 5 മാർക്സിന് ചോദിക്കാം. അതുപോലെ തന്നെ 2 മാർക്സിനും സാധാരണീകരണ ചോദിക്കാം. ഫസ്റ്റ് സെന്റൻസ് അതുപോലെ ലാസ്റ്റ് സെന്റൻസ് സാധാരണീകരണ കൺസിസ്റ്റ് ഓഫ് ഡിനോട്ടേഷൻ, അഭിധ, ഭാവകത്വ ആൻഡ് ഭോജകത്വ, ഇത്രയും കൂടെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ദെൻ ഈ പറഞ്ഞ സാധാരണീകരണ അല്ലെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ 2 തരത്തിൽ നടക്കുന്നുണ്ട്. ഫസ്റ്റ് മോഡ് എന്ന് വെച്ചാൽ ദ വർക്ക് പ്രസൻസ് ഇമോഷൻസ് ആൻഡ് സിറ്റുവേഷൻസ് വിതൗട്ട് ലോക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അപ്പീലിംഗ് യൂണിവേഴ്സലി ടു ദ ഓഡിയൻസ്.
നമ്മൾ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിൽ വേണ്ട, ഷേക്സ്പിയറിന്റെ ഒഥല്ലോയിലെ തീം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ സംശയമാണ്. ഓക്കെ, ഹാംലെറ്റിന്റെ തീം എന്ന് പറയുന്നത് പ്രൊക്കാസ്റ്റിനേഷൻ ആണ്. മാക്ബത്തിലെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഡ്നെസ് ആണ്. സോ ഇതെന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആണ്. കഥാപാത്രങ്ങളെ ചേഞ്ച് ആവുന്നുള്ളൂ. ആ ഒരു തീം എക്കാലം എവിടെയും ഒരേപോലെ ഉള്ളതാണ്. സോ ഇറ്റ്സ് യൂണിവേഴ്സലി അപ്പീലിംഗ് ടു ദ ഓഡിയൻസ്. അതായിരിക്കും ആദ്യം ഇതിനുണ്ടായിരിക്കേണ്ടത്. സാധാരണീകരിക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യ കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂണിവേഴ്സലി അപ്പീലിംഗ്. ഈ സെക്കൻഡ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിക് എൻലൈറ്റ്മെന്റ് ഈസ് പെർസീവ്ഡ് യൂണിവേഴ്സലി അക്രോസ് ഡിഫറെന്റ് മൈൻഡ് അലോയിങ് വേരിയഡ് ഇൻഡിവിജ്വൽസ് ഇന്റർപ്രിട്ടേഷൻസ് വൈൽ മെയിൻറ്റെയിനിങ് ആൻഡ് ഓവറോൾ യൂണിവേഴ്സൽ എസെൻസ്. സോ ആർട്ടിസ്റ്റിക് എസെൻസ് പല ആൾക്കാരുടെയും പലരുടെയും മൈൻഡിൽ പല രീതിയിലായിരിക്കും. പലരും പല കാര്യങ്ങളെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. പക്ഷേ ഇതിന്റെ ആ ഒരു എസെൻസ് എന്ന് പറയുന്നത് എല്ലാവരിലും ഒരേപോലെ എത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപാത്രം അല്ലെങ്കിൽ കഥാകാരൻ എന്താണോ ഉദ്ദേശിച്ചത്, അതിന്റെ ആ ഒരു അന്തസത്ത എന്ന് നമ്മൾ പറയാം, ആ ഒരു എസെൻസ്, അതിന്റെ ആ ഒരു കാതലായിട്ടുള്ള ഭാഗം എല്ലാവരിലും ഒരേപോലെ തന്നെ എത്തും. ബാക്കിയുള്ളവർ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ശരി, ഇതിന്റെ ആ ഒരു കോർ ഇന്റർപ്രിട്ടേഷൻ എല്ലാവരിലും ഒരേ രീതിയിൽ എത്തിയെങ്കിൽ മാത്രമേ യൂണിവേഴ്സലൈസേഷൻ സാധ്യമാകൂ. ഇനി ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഡി ഇൻഡിവിജ്വലൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഓഡിയൻസ് കംപ്ലീറ്റ്ലി ഐഡന്റിഫൈസ് വിത്ത് ക്യാരക്ടേഴ്സ് ലൂസിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. ഇതാണ് യൂണിവേഴ്സലൈസേഷൻസ് അല്ലെങ്കിൽ സാധാരണീകരിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഡി ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പൊ ബാഹുബലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് അവൻ തന്നെ ബാഹുബലിയായിട്ട് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ അവൻ തന്നെ ആ, എന്ത് ചെയ്യുന്നു, അവനിക്ക് ബാറ്റ്മാൻ ആയിട്ടും സൂപ്പർമാൻ ആയിട്ടും തോന്നുകയും അവൻ വീടിന്റെ മണ്ടയ്ക്ക് ഒന്ന് എടുത്ത് ചാടുകയും ചെയ്യുന്നു. സോ ഡീ ഇൻഡിവിജ്വലൈസേഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓഡിയൻസ് കംപ്ലീറ്റ്ലി ഐഡന്റിഫൈസ് വിത്ത് ക്യാരക്ടേഴ്സ് ലൂസിങ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി. അവന്റെ വ്യക്തിത്വം മറന്നിട്ട് അവൻ മറ്റൊരാളായി ചേഞ്ച് ചെയ്യുകയാണ്. So it results in the emotions are universalized during the play, leading to complete de-individualization. So emotions are universalized during the play. അല്ലെങ്കിൽ ഒരു പ്ലേ കാണുമ്പോഴോ ഒരു ഫിലിം കാണുമ്പോഴോ അവന്റെ ഇമോഷൻസ് കഥാപാത്രത്തിനോട് ഒപ്പമാകുകയും, കഥാപാത്രം കരയുമ്പോൾ അവൻ കരയുകയും, കഥാപാത്രം ഹാസ്യം പറയുമ്പോൾ അവൻ ചിരിക്കുകയും ചെയ്യുന്നു. സോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഡി ഇൻഡിവിജ്വലൈസേഷൻ. And the impact of de-individualization is Rasa is produced, creating a shared emotional response. So രസം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടല്ലയോ കോമഡി പറയുമ്പോൾ നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ശോകം ഉണ്ടാകുമ്പോൾ നമ്മൾ കരയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡി ഇൻഡിവിജ്വലൈസേഷൻ ആണ്. സോ ഓഡിയൻസ് കംപ്ലീറ്റ്ലി ഐഡന്റിഫൈസ് വിത്ത് ദ ക്യാരക്ടർ. പ്രോസസ് ഓഫ് ഡി ഇൻഡിവിജ്വലൈസേഷൻ മീൻസ് ദ ഓഡിയൻസ് കംപ്ലീറ്റ്ലി ഐഡന്റിഫൈസ് വിത്ത് ദ ക്യാരക്ടർ losing his or her individual identity. And the result of deindividualization is during the play, emotion is universalized, leading to complete deindividualization. And the impact is Rasa is produced, creating a shared emotional experience. Okay, that happened in deindividualization. Deindividualization. Then comes to Chamatkara or transcendence. Chamatkara, its definition is it refers to the absence of local characteristics associated with the ego, self, or the objective world of the universal whole and the emotion motive complexes, also known as alaugika, signifying transience. Chamatkara എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആബ്സെൻസ് ഓഫ് ലോക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അസോസിയേറ്റഡ് വിത്ത് ഈഗോ, സെൽഫ് ഓർ ദ ഒബ്ജക്റ്റീവ് വേൾഡ് ഇൻ ദി യൂണിവേഴ്സൽ ഹോൾ. അപ്പം നമ്മളുടെ ഈഗോ, നമ്മുടെ സെൽഫ്, അതുപോലെ നമ്മൾക്ക് ഈ പറയുന്ന ലോകം, ഇതിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ഒരു ട്രാൻസെൻഡൻസ് മൂഡ്. ഒക്കെ നമ്മൾ യോഗീശ്വരന്മാരൊക്കെ എത്തിച്ചേരുന്ന ആ ഒരു ട്രാൻസെൻഡൻസ് മൂഡിൽ, അതിലെ അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മൾ ചമത്കാര എന്ന് പറയുന്നത്. അലൗകിക എന്ന് പറയും, ഓൾസോ നോൺ ആസ് അലൗകിക എന്ന്. ലൗകിക ജീവിതമല്ല, അലൗകിക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അലൗകിക ജീവിതം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് കമ്പോണൻസ്. അന്നേരം ഈ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് ഓർത്തിക്കുക. എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ്, എസ്തെറ്റിക് പ്ലഷർ, ബോഡ്ലി മാനിഫെസ്റ്റേഷൻ, മെന്റൽ ഫങ്ഷൻ. ഇത്രയും കൂടെ ചേരുമ്പോഴാണ് ചമത്കാര ഫോം ചെയ്യുന്നത്. So aesthetic attitude means special aesthetic mindset generated by the fusion of aesthetic artistic situation and emotion motive complexes. Okay, സ്വാമി വിവേകാനന്ദനും
ബുദ്ധനും ഒക്കെ ഉണ്ടായിരുന്നത് ഈ പറയുന്ന എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡായിരുന്നു. ഒരു സ്പെഷ്യൽ എസ്തെറ്റിക് മൈൻഡ് സെറ്റ്. അവർക്ക് ആ ഒരു എൻലൈറ്റ്മെന്റിന് വേണ്ടി അവർ പോയി. അന്നേരം അതൊരു എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡാണ്. പിന്നെ എസ്തെറ്റിക് പ്ലഷർ എന്ന് പറയുന്നത് എറൈസസ് ഫ്രം ദി എസ്തെറ്റിക് എക്സ്പീരിയൻസ്. അവർ ധ്യാനത്തില് ഇങ്ങനെ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുമ്പോൾ അവർക്ക് ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നു. അലൗകിക. And the bodily manifestation, physical expression of the enjoyment, mental function, unique mental process involved in the enjoyment of entire experience. So നമ്മൾ ആ ഒരു ചമത്കാരം, ആ ഒരു ട്രാൻസീൻ മൂഡിൽ കൂടെ പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ് മെന്റൽ ഫംഗ്ഷനിലൂടെയും ബോഡി മാനിഫെസ്റ്റേഷനിലൂടെയും എസ്തെറ്റിക് പ്ലഷറിലൂടെയും എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡിലെയും നമുക്ക് കാണാൻ സാധിക്കും. സോ ചമത്കാര എന്ന് വെച്ചാൽ നമ്മുടെ ഈഗോ, സെൽഫ്, ഇതിനെല്ലാം മറികടന്നിട്ട് ഈ ഒബ്ജക്റ്റീവ് വേൾഡ്, ഈ പറയുന്ന ലൗകിക ജീവിതത്തിനോടുള്ള വിരക്തി ഫോം ചെയ്ത് ആ ഒരു ഇമോഷനൊക്കെ മാറിയിട്ട് അലൗകിക ജീവിതത്തിന്റെ പ്രസക്തമായ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു മനുഷ്യൻ അറിയുക എന്നുള്ളതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് കമ്പോണൻസ്. അതും ഒരു രസമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് കമ്പോണൻസ് ലൈക്ക് എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ്. എസ്തെറ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ജനറേറ്റ് ചെയ്യാണ് ഒരു സ്പെഷ്യൽ ഇമോഷണൽ കോംപ്ലക്സ് ഈ പറയുന്ന യൂണിവേഴ്സൽ സിറ്റുവേഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ബോഡിലി എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്യുന്നു. മെന്റൽ ഫങ്ഷൻസ് ചേഞ്ച് ഉണ്ടാകുന്നു. ദെൻ ദ ഇമിറ്റേഷൻ ഓഫ് ഡ്രമാറ്റിക് പെർഫോമൻസ്. ഭട്ടലോലഡാസ് ഇനി ഓരോരുത്തരുടെ ഇമിറ്റേഷൻസിനെ കുറിച്ചിട്ടുള്ള ഡ്രമാറ്റിക് പെർഫോമൻസിന്റെ ഇമിറ്റേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഭട്ടലോലഡാസ് വ്യൂ supports imitation. Actors mimic characters and sentiments, creating a realistic situation in the play. He asserts that the dominant emotion is generated in the character and the actors transfer it to the audience, producing rasa. നമ്മളൊരു കാര്യത്തെ നമ്മളിപ്പോൾ പറയത്തില്ല, ഉമ്മൻചാണ്ടി അനുകരിക്കുന്നു, അച്യുതാനന്ദൻ അനുകരിക്കുന്നു. ഒരാൾ അനുകരിക്കുമ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് ചിരിക്കും, ആ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തു, ഇങ്ങനെ പറയത്തില്ലേ. സോ ഭട്ടലോലയുടെ വ്യൂസ് ദാറ്റ് ഹി സപ്പോർട്ട്സ് ഇമിറ്റേഷൻ. So as from his point of view, he states that actors mimic characters and sentiments, creating realistic situation in the play. ഒരു ആക്ടേഴ്സ് ഒരാളെ മിമിക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാളുടെ സെന്റിമെന്റ്സിനെ ഒരാളുടെ ക്യാരക്ടറിനെയോ പ്രസന്റ് ചെയ്യുമ്പോൾ അതിനെ റിയലിസ്റ്റിക് ആയിട്ട് പോർട്രേ ചെയ്യുന്ന വഴി അയാൾ അതിനെ മിമിക് ചെയ്യുമ്പോൾ അതിനെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നെങ്കിൽ അത് നല്ലതാണെന്നാണ് ഭട്ടലോടൻ പറയുന്നത്. He asserts that dominant emotion is generated in the character and actors transfer it to the audience, producing drama. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അനുകരിക്കുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എടുക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ഡോമിനന്റ് ഇമോഷൻ ഉണ്ടാവുകയും ആ ഉണ്ടായ ഡോമിനന്റ് ഇമോഷൻ ക്യാരക്ടേഴ്സിൽ മീൻസ് ഓഡിയൻസിലേക്ക് പകർന്നു കൊടുക്കുക. ക്യാരക്ടറിൽ ഉണ്ടായ ഡോമിനന്റ് ഇമോഷൻ അയാൾ ഓഡിയൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന വഴി ഇറ്റ് പ്രൊഡ്യൂസസ് രസം. അത് രസം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് തെറ്റില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ആര് പറയുന്നത്? ഭട്ടലോടലൻ പറയുന്നത്. അദ്ദേഹം ഇമിറ്റേഷനെ അനുകരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അന്നേരം നോക്കാം അഭിനവഗുപ്താസ് ഒപ്പോസിഷൻ. അഭിനവഗുപ്തൻ അതിനെ എതിർക്കുകയാണ്, ഇമിറ്റേഷനെ ഒപ്പോസ് ചെയ്യാണ്. ഹി ഒപ്പോസസ് ഇമിറ്റേഷൻ, ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് ലീഡ്സ് ടു ലാഫ്റ്റർ ആൻഡ് can only imitate facts or entities. Mental feelings are real and cannot be imitated. If a person feels grief, it's genuine, not an imitation of characters' emotions. അഭിനവഗുപ്തൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും ലോഫ്റ്റിയർ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഫ്റ്റിയർ അല്ല, അത് മീനസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇറ്റ് ലീഡ്സ് ടു ലാഫ്റ്റർ. കൂടുതൽ ഇമിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കരയല്ല, നമ്മൾ ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ ചിരിപ്പിക്കുന്നു. പക്ഷെ ഈ പറയുന്ന കാര്യം ഒരിക്കലും നമുക്ക് ഒരു സോറോഫുൾ ആറ്റിറ്റ്യൂഡിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവിടാൻ സാധിക്കില്ല. കാരണം ട്രാജഡി എന്ന് പറയുന്നത് അത് ജെന്യുവിൻ ആണ്, അത് ജെന്യുവിൻ ആയിട്ട് ഉണ്ടാകുന്നതാണ്, അതിന് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അന്നേരം ഇമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തിയറിയാണ് വരുന്നത്, ഭട്ടലോഡന്റെ അതുപോലെ തന്നെ അഭിനവഗുപ്തന്റെ. ഭട്ടലോഡൻ അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അഭിനവഗുപ്തൻ അതിനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഭരതാസ് രസ തിയറി ആൻഡ് ഇലിയഡ്സ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഭരതയുടെ രസ തിയറിയും ഇലിയറ്റിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവും തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്. Bharata and Eliot both emphasize the production of emotions in poetry. Bharata's Rasa theory involves fusion of Vibhava, Anubhava, Vibhichari Bhava. Eliot objective correlative argues that emotions are produced by combining specific objects, situations or events. ഭരതനും ഇലിയറ്റും ഇവർ രണ്ടുപേരും
പോയട്രിയിൽ ഇമോഷൻസിന്റെ പ്രൊഡക്ഷനെ എംഫസൈസ് ചെയ്യും രണ്ടുപേരും. അതുപോലെ തന്നെ ഭരതന്റെ രസ തിയറിയിൽ അദ്ദേഹം വിഭവ അനുഭവ വ്യഭിചാരി ഭാവയെ പറ്റി പറയുമ്പോൾ ഇലിയറ്റിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവില് അദ്ദേഹം ഒബ്ജക്ട്സ് സിറ്റുവേഷൻ ഇവന്റ് ഇത് രണ്ടും ഒന്നാണ്, പേരുകൾ മാറിയതേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനും ഇലിയറ്റും പറയുന്ന കാര്യങ്ങൾ ഒന്നാണെന്നാണ് പറയുന്നത്. Eliot defines objective correlative as a set of objects, situations, and chain of events formulating the formula for particular emotion. ഇലിയറ്റ് അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു പർട്ടിക്കുലർ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ്, സിറ്റുവേഷൻ, ചെയിൻ ഓഫ് ഇവന്റ്സ് ഇതിനെല്ലാം കൂടെ കോർത്തിണക്കുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ഇമോഷൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. Tangible objects or visible events materialize emotions, transferring them to reader or audience. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ് നമുക്ക് ടാഞ്ചിബിൾ ആയിട്ട് തൊട്ടു നോക്കാൻ പറ്റുന്ന ഒബ്ജക്ട്സ്, അതുപോലെ വിസിബിൾ ആയിട്ടുള്ള ഇവന്റ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇമോഷൻസ് നിറയ്ക്കുകയും ആ ഇമോഷൻസ് റീഡറിലേക്കോ ഓഡിയൻസിലേക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം. സത്യം പറഞ്ഞ ഇത് തന്നെയല്ലേ ഭരതനും പറഞ്ഞത്? Objects or emotions or events created specific rasa in Bharata's theory aligned with the theory's objective correlative. ഇത് തന്നെയാണ് ഒബ്ജക്ട്സും ഇമോഷൻസും ഇവന്റ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്, ടി എസ് ഇലിയറ്റിന്റെ തിയറി ഓഫ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ടി എസ് ഇലിയറ്റ് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട്സ് ഇമോഷൻസ് ഇവന്റ്സ് ഇത് തന്നെയാണ് ഭരതന്റെ എന്താണ് വിഭവ അനുഭവ വ്യഭിചാരി ഭാവയിലും വരുന്നത്. സോ ഇത് തന്നെയാണ് അങ്ങോട്ടും കൺവേ ചെയ്യുന്നത്. രണ്ടും ഒന്നാണെന്നാണ് പറയുന്നത്. Both involve tangible elements that evoke the transfer of emotions. Instances like Eliot's concept resembling Indian aesthetic principle shows that discussion in Western aesthetics were pre-existing in India centuries before reaching the Western academic sphere. ടി എസ് ഇലിയറ്റിന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലിയറ്റ് പറഞ്ഞിട്ടുള്ള വെസ്റ്റേൺ കൾച്ചറിൽ അവർ പറയുന്ന ഈ കാര്യങ്ങൾ, പുതുതെന്ന് പറഞ്ഞ് അവർ പറയുന്ന ഈ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ സെഞ്ചുറീസ് എഗോ നമ്മളുടെ ഈ പറയുന്ന ഈസ്റ്റേൺ കൾച്ചറിൽ, ഇന്ത്യൻ കൾച്ചറിൽ ഇതിനെപ്പറ്റി പ്രത്യേകം തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്നേരം ഇത് നമുക്ക് 5 മാർക്സിന് ചോദിക്കാം. വളരെ സിമ്പിൾ പോയിന്റ്സ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് നിങ്ങളൊന്ന് വായിച്ചു കൊണ്ടുപോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ പാരഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് എസ് എ ആയിട്ട് പഠിച്ചിരുന്നത്, രസ തിയറി നിങ്ങൾക്ക് മസ്റ്റായിട്ട് ചോദിക്കും. ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് എസ് എ ആയിട്ട് പഠിച്ചെഴുതാം, ഓരോന്നും ഓരോ ഹെഡിങ്ങുകളായിട്ട് കൊടുത്തെഴുതുക. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ കാര്യങ്ങൾ മുകളിൽ തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എസ് എ ആയിട്ട് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.